ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. മഹാപരിശുദ്ധനും നിത്യനുമാവുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയൊരു വർഷത്തിൻ്റെ ആരംഭ ഞായറാഴ്ചയിൽ കർത്താവെ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളെ തന്നെ കർത്താവെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹത്തോടെ നടത്തിയതിനായി സ്തോത്രം. പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിങ്കൽ കർത്താവെ ദൈവകൃപയോടെ ദൈവാശ്രയത്തോടെ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഒരുമിച്ചുള്ള ആരാധന കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി കരയേറ്റുവാനും തിരുവചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയിലുടനീളം അങ്ങയുടെ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കണം. അനുഗ്രഹത്തോടെ ഞങ്ങളെ വഴി നടത്തണം. യേശുവിൻ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നത് ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. കർത്താവിൻ്റെ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 209 കീർത്തനത്തിൻ്റെ 1, 2 അവസാനത്തെയും ചരണങ്ങൾ ചേർന്ന് പാടാം. കീർത്തനം 209 1, 2 അവസാനത്തെയും ചരണങ്ങൾ. ദൈവമാത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനമുണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് അങ്ങിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിൻ്റെ ആത്മീയവരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ.
ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാൻ നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തേക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമീൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ കുറവുകളെ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും വിനയത്തോടും അനുതാപ ഹൃദയത്തോടും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണവനോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴിയും എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കൾ ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമീൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്താനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിപ്പീൻ. ക്രിസ്മസിന് പിൻപ് രണ്ടാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. സർവശക്തനും കൃപാലുവുമായ ദൈവമേ, വിമോചന ശബ്ദമായ ക്രിസ്തുവിലൂടെ നിന്നെ തന്നെ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. ഞങ്ങളുടെ അജ്ഞതയാൽ അടിമത്തത്തിനും ബന്ധനത്തിനും അടിച്ചമർത്തലിനും കാരണഭൂതനായി തീരുന്ന സാഹചര്യങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും എല്ലാവിധ അടിമത്തങ്ങളിൽ നിന്നും നിൻ്റെ ജനത്തെ വിമോചിപ്പിക്കുന്ന ഉപകരണങ്ങളായി തീരുന്നതിന് നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ കൃപയറുള്ളമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ കാലാവസ്ഥാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും ലോകത്തിൻ്റെ വിമോചകനുമായ യേശുമശിഹ മൂലം ഞങ്ങളപേക്ഷിക്കുന്നു. ആമീൻ. ഇന്ന കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 76 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി ഉപയോഗിക്കാം. 76 സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി ഉപയോഗിക്കാം. സങ്കീർത്തനം 76. ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു, അവൻ്റെ നാമം ഇസ്രായേലിൽ വലിയതാകുന്നു. അവിടെ വെച്ച് അവൻ വില്ലിൻ്റെ മിന്നുന്ന അമ്പുകളും പരിചയും വാളും യുദ്ധവും തകർത്തു കളഞ്ഞു. ധൈര്യശാലികളെ കൊള്ളയിട്ട് അവർ നിദ്ര പ്രാപിച്ചു. പരാക്രമശാലികൾക്കാർക്കും കൈക്കരുത്തില്ലാതെ പോയി. നീ ഭയങ്കരനാകുന്നു, നീ ഒന്ന് കൽപ്പിച്ചാൽ തിരുമുമ്പാകെ നിൽക്കാവുന്നതാർ. ദൈവം ന്യായവിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുവിൻ. അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കരനായവന് കാഴ്ച കൊണ്ടുവരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ.
സക്രിയാവിൻ്റെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായി ഉപയോഗിക്കാം. സക്രിയാവിൻ്റെ പാട്ട്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദാഹരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്നവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ പിതാക്കന്മാരുടെ കരുണ പ്രവർത്തിക്കേണ്ടതിനും നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന് നീയോ പൈതലെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 21 വരെ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾപ്പീൻ. അവൻ വളർന്ന നസ്രയത്തിൽ വന്ന് ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടായിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവനോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കിയാൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങി. ഇത് കർത്താവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സഭയുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായി ഉപയോഗിക്കാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു, ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവതന്മാരും പരമണ്ഡലങ്ങളുള്ള അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഭരമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് പിതാവിൻ്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറി രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുത്. തിരുവചന ശുശ്രൂഷയ്ക്ക് മുമ്പായി ക്രിസ്തീയ ഗീതങ്ങളിൽ 328-ാം ഗീതത്തിൻ്റെ 1, 4, 5 ചരണങ്ങൾ നമുക്ക് ചേർന്ന് പാടാം. ഗീതം 328-ൻ്റെ 1, 4, 5 ചരണങ്ങൾ. നിത്യം നാട
നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാടത്തിടണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ കൂടെയും അടിയൻ്റെ വായിലെ വാക്കുകളും അടിയങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായി മാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ആദ്യമായിട്ട് എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ എല്ലാ നന്മകളും നേരുന്നു. ദൈവം അനുഗ്രഹത്തോടെ കൃപയോടെ നമ്മളെല്ലാവരെയും പുതിയ വർഷം കാത്തു പരിപാലിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ 2021 മധ്യകേരള മഹായിടവകയായിട്ട് സൗഖ്യത്തിൻ്റെ വർഷമായിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. ദ ഇയർ ഓഫ് ഹീലിംഗ്. അതിനടിസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യം ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 6-ാം വാക്യമാണ് നമ്മുടെ വായിച്ചത്. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ ഓരോ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അനുദിനമുള്ള നമ്മുടെ ജീവിതയാത്രകൾ ഓരോ അന്വേഷണങ്ങളാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. തത്വചിന്തകനായ കൊമേഡിയൻ ആയിരുന്നു കാൾ വാലൻ്റെ. ഒരിക്കൽ അദ്ദേഹം അർത്ഥവത്തായ ഒരു നാടകരംഗം അഭിനയിച്ചു. ആ നാടകം ആരംഭിക്കുമ്പോൾ അതിൻ്റെ കർട്ടൻ ഉയരുമ്പോൾ ആ വേദിയിൽ കാണുന്നത് ഒരു ഇരുണ്ട ശൂന്യമായ ഒരു വേദിയായിട്ടാണ് നമ്മൾ അതിൽ കാണുന്നത്. എന്നാൽ ആ വേദിയുടെ ഒരരികിൽ ഒരു പ്രകാശവലയം നമുക്ക് കാണാം. ആ പ്രകാശവലയം ആ വേദിക്ക് പുറത്തായി. അപ്പോൾ ഒരാൾ ആ വേദിയിൽ പ്രത്യക്ഷപ്പെട്ട് ആ വേദിക്ക് പുറത്തുള്ള ആ പ്രകാശ വലയത്തിന് ചുറ്റും ആകാംക്ഷയോടുകൂടി എന്തോ തിരിയുകയാണ്. ഏറെ നേരം അയാൾ അവിടെ തിരിഞ്ഞുകൊണ്ടേയിരുന്നു. അല്പം കഴിഞ്ഞ് ഒരു പോലീസുകാരൻ ആ വഴി വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അയാൾ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടു. അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് ആ പ്രകാശം കാണുന്ന സ്ഥലത്ത് അവരെ താക്കോൽ അന്വേഷിക്കുക. ഏറെ നേരം തപ്പിയിട്ടും താക്കോൽ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ പോലീസുകാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ താക്കോൽ നഷ്ടപ്പെട്ടത് ഇവിടെ തന്നെയാണോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അല്ല, ഇവിടെയല്ല നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ പോലീസുകാരൻ ചോദിച്ചു, പിന്നെ എന്തിനാണ് താങ്കൾ ഈ ഇരുണ്ട സ്ഥലത്ത് ഈ വെളിച്ചമുള്ള സ്ഥലത്ത് ഇത് അന്വേഷിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടത് ആ ഇരുണ്ട ഭാഗത്താണ്. അവിടെ വെളിച്ചമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വെളിച്ചമുള്ള ഭാഗത്ത് തപ്പുന്നത് എന്ന് പറഞ്ഞു. അയാളുടെ ഭാഗം ന്യായമായിട്ട് നമുക്ക് തോന്നാം. പ്രിയമുള്ളവരെ, ഇത് ഉൾക്കാഴ്ച നൽകുന്ന ഒരു കഥയാണ്. ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ട മൂല്യങ്ങൾ അത് അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് പകരം ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ലോകത്തിൻ്റെ തിളക്കവും പകിട്ടിലും ആകർഷരായിട്ട് തിളങ്ങുന്ന കാഴ്ചകൾക്ക് പിന്നാലെ പരക്കം പായുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ രോഗാതുരമായ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ 2021 ഒരു സൗഖ്യത്തിൻ്റെ വർഷമായിട്ട് വേർതിരിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും അപ്രകാരം നഷ്ടപ്പെട്ട ചില മൂല്യങ്ങളെ ഒന്ന് തിരികെ നേടി പൂർണ്ണതയുള്ള ഒരു ആരോഗ്യപൂർണമായ ഒരു ജീവിതത്തെ കെട്ടിപ്പടുത്തുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരുന്നു. അതിന് ആധാരമായിട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം
അതിൻ്റെ 11 മുതൽ 32 വരെയുള്ള വേദഭാഗത്തെയാണ് ഞാൻ വിഷയത്തോട് ബന്ധപ്പെട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 32 വരെയുള്ള വേദഭാഗം. അവിടെ നമ്മൾ കാണുന്ന ഒരു ഉപമ അല്ലെങ്കിൽ ഒരു കഥ, അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. ഒരുപക്ഷെ നാം ഏറ്റവും കൂടുതൽ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് മുടിയനായ പുത്രൻ. പക്ഷേ ആ കഥ അവസാനിക്കുമ്പോൾ അവൻ ശരിക്കും മുടിയനായ പുത്രനാണോ അതോ അവൻ വീണ്ടെടുക്കപ്പെട്ട ഒരു പുത്രനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നമ്മുടെ മുന്നിൽ വരാം. എന്നിരുന്നാലും സൺഡേ സ്കൂൾ കാലം മുതൽ നാം പഠിച്ചതും നാം മനസ്സിലാക്കിയതും മുടിയനായ പുത്രൻ്റെ കഥ അല്ലെങ്കിൽ ധൂർത്തപുത്രൻ്റെ കഥ എന്നൊക്കെയാണ്. അപ്പോൾ ഈ ധൂർത്തപുത്രൻ്റെ ഈ ഇളയ മകൻ്റെ ജീവിതത്തിലൂടെ നമ്മളുടെ ചിന്തകളെ ഒന്ന് കൊണ്ടുപോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് വഴിതെറ്റിയ ഒരു അന്വേഷണത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് ഇളയ മകൻ്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഈ ഇളയ മകന് ഒരു യാത്രയുടെ ഭാഗം, ഒരു അന്വേഷണത്തിൻ്റെ ഭാഗം. പക്ഷേ വഴിതെറ്റിയ അന്വേഷണത്തിന് ചില അടയാളപ്പെടുത്തലുകൾ ഈ ചെറുപ്പക്കാരൻ നമുക്ക് കാണാം. ഈ ഇളയ മകൻ്റെ കഥയുടെ ആദ്യ ഭാഗത്ത് അവൻ ജീവിതത്തെക്കുറിച്ച് പുലർത്തുന്നത് എങ്ങനെയെങ്കിലും ആസ്തി, അതുപോലെ അധികാരം അല്ലെങ്കിൽ ആനന്ദം സ്വന്തമാക്കണമെന്ന്, പ്രോപ്പർട്ടി, പവർ ആൻഡ് പ്ലഷർ, ഇത് മൂന്നും സ്വന്തമാക്കണമെന്നാണ് ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അവൻ്റെ ആഗ്രഹവും അവൻ്റെ താല്പര്യവും. ആസ്തി, പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്ന് ആഗ്രഹിച്ചിരുന്നവനാണ് ഈ ചെറുപ്പക്കാരൻ. അപ്പോൾ ആ ഒരു വലിയ താല്പര്യത്തോടു കൂടിയാണ് അവൻ തൻ്റെ പിതാവിനെ സമീപിക്കുന്നത്. അവൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ജീവിതം എന്ന് പറയുന്നത് പണത്തിൻ്റെ മേലെ നിർമ്മിക്കപ്പെട്ടതാണ് എന്നാണ് ഈ ചെറുപ്പക്കാരൻ മനസ്സിലാക്കുന്നത്. അവൻ്റെ ധാരണയും അപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ അവന് പിതാവിൻ്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ പിതാവുമായിട്ടുള്ള ഒരു ബന്ധമോ അല്ല അവന് വേണ്ടത്, അല്ലെങ്കിൽ പിതാവ് ആയിരിക്കുന്നിടത്ത് ജീവിക്കാനുള്ളതല്ല അവന് നാം കാണും. മറിച്ച് അവനെ സംബന്ധിച്ച് അവന് വേണ്ടത് പിതാവിൻ്റെ സമ്പത്ത്. അപ്പോൾ ആസ്തിക്ക്, പ്രോപ്പർട്ടിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു യുവാവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ ബന്ധങ്ങൾക്കുള്ളിലും ഭൗതിക ലക്ഷ്യങ്ങളോടും താല്പര്യങ്ങളോടും ഉന്നം വെച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ ഉള്ളിൽ ഭൗതിക നേട്ടം മാത്രമായിരുന്നു അവന് പ്രാധാന്യം നൽകിയിരുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിൻ്റെ നോട്ടം എങ്ങോട്ട്, അല്ലെങ്കിൽ ഞാനെന്തെങ്കിലും ആയിരിക്കുന്ന ഒരു ലോകം പ്രാധാന്യം കൊടുക്കുന്ന എന്തിനു വേണ്ടി? നാം നിസ്സംശയം പറയുവാനായിട്ട് നമുക്ക് സാധിക്കും, ഇന്ന് പണത്തിലാണ് കൂടുതൽ പ്രാധാന്യം കരുതപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് പണമുള്ളവനും അധികാരമുള്ളവനുമാണ് ഇന്ന് എല്ലായിടത്തും പ്രാധാന്യമാണ്. അത് പ്രാദേശികമായിക്കൊള്ളട്ടെ, ദേശീയമായിക്കൊള്ളട്ടെ, അന്തർദേശീയമായിക്കൊള്ളട്ടെ, ഏത് മേഖലയിൽ നമ്മൾ എടുത്തു നോക്കിയാലും ഭരണ നേതൃത്വങ്ങളിൽ നമുക്ക് പണമുള്ളവന് അധികാര സ്ഥാനങ്ങൾ അവൻ്റെ കയ്യിലാണ് എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പണ്ട് ഞാൻ ഓർത്തു പോകുന്നത്, പണ്ട് സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ നാം കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു മുദ്രാവാക്യമുണ്ട്: ബലം നഷ്ടപ്പെട്ടാൽ ചിലതൊക്കെ നഷ്ടപ്പെടും, ധനം നഷ്ടപ്പെട്ടാൽ ഒന്നും നഷ്ടപ്പെടില്ല, സ്വഭാവം നഷ്ടപ്പെട്ടാലോ എല്ലാം നഷ്ടപ്പെടും എന്ന ഒരു മുദ്രാവാക്യം ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ മുദ്രാവാക്യത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ നമുക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും? ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ചിലതൊക്കെ നഷ്ടപ്പെടും, ധനം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെടും, സ്വഭാവം നഷ്ടപ്പെട്ടാലോ ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്ന ഇന്നത്തെ ലോക സാഹചര്യത്തിൽ നമുക്കതിനെ ഒന്ന് മാറ്റുവാനായിട്ട് സാധിക്കും. എത്ര അർത്ഥവത്തായ ഒരു ചിന്തയാണ്! ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ചിലതൊക്കെ നഷ്ടപ്പെടും, ധനം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെടും, സ്വഭാവം നഷ്ടപ്പെട്ടാൽ ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് ചിന്തിക്കുന്ന പുരോഗമന ആശയങ്ങൾ ആണ് ഇന്നത്തെ സമൂഹത്തെ ഏറെ സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തനിക്ക് ലഭിക്കേണ്ട പിതാവിൻ്റെ സ്വത്ത് അത് അവന് തന്നെ ലഭിക്കും. പക്ഷെ അത് ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ലഭിക്കുന്നത് വരെ കാത്തിരിക്കുവാനുള്ള ക്ഷമ ഈ ചെറുപ്പക്കാരുടെ ജീവിതത്തിലില്ല. അവൻ കാത്തിരിക്കുവാനായിട്ട് തയ്യാറാണ്. അവന് പെട്ടെന്ന് വേണം. അത് ഈ കാലഘട്ടത്തിൻ്റെതായ പ്രത്യേകത. ഇൻസ്റ്റന്റ് യുഗത്തിലാണ് ഞാൻ എന്തെങ്കിലും ജീവിക്കുന്നത്. അതിപ്പോൾ ഭക്ഷണമാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങളാണെങ്കിലും വേദനകളാണെങ്കിലും എന്താണെങ്കിലും എനിക്കത് ഇപ്പോൾ മാറണം, ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് മാറണം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ എന്തെങ്കിലും ജീവിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മതരംഗത്തും വളരെ വ്യാപകമായിട്ട്, നമ്മുടെ ആത്മീയ രംഗത്തും വളരെ വ്യാപകമായിട്ട് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ മരുന്നുണ്ടായാൽ
രോഗമുണ്ടായാൽ മരുന്നിലൂടെ ആയാലും, അതുപോലെ എന്ത് മായാജാലത്തിലൂടെയാണ്, മാജിക്കിലൂടെയാണെങ്കിലും, അല്ലെങ്കിൽ ഇനി മനുഷ്യ ദൈവങ്ങളിലൂടെയാണെങ്കിലും എൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കുവാനായിട്ട്, അല്ലെങ്കിൽ രോഗസൗഖ്യം എനിക്ക് ആവശ്യമെന്ന് ചിന്തിക്കുന്ന, അതിനുവേണ്ടി ഏതറ്റം വരെയും ഓടുന്ന ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിന് കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഒരു പഴഞ്ചൻ ആശയമായിട്ട് പലപ്പോഴും തോന്നാം. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പ്രതിദാനം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, ഈ ചെറുപ്പക്കാരന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പവർ എന്ന് പറയുന്നത്, അധികാരം. അപ്പോൾ ഇവൻ പിതാവിൻ്റെ സ്വത്ത് വിൽക്കുകയും സംരക്ഷിക്കുവാൻ വേണ്ടിയല്ല അവൻ പിതാവിൽ നിന്ന് അത് ചോദിച്ചു വാങ്ങിച്ചത്, മറിച്ച് അത് വിറ്റ് പണം നേടുന്നതിന് വേണ്ടിയാണ് ഈ ചെറുപ്പക്കാരൻ ആ പിതാവിൽ നിന്ന് സ്വത്ത് സമ്പാദിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ഇത് വിൽക്കുമ്പോൾ ലഭിക്കുന്ന കമ്പോള സാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചെറുപ്പക്കാരൻ എൻ്റെ പിതൃസ്വത്തിനെ കണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതെന്തിനു വേണ്ടിയാണ് വിൽക്കുന്നത്? അത് വിറ്റ് പണം ഉണ്ടാകുമ്പോൾ ആ പണത്തിൻ്റെ ബലത്തിൽ അവനായിരിക്കുന്ന സമൂഹത്തിൽ അവന് ലഭിക്കുന്ന അധികാരം, സ്ഥാനം, മാനങ്ങൾ, ഇതൊക്കെയാണ് ചെറുപ്പക്കാരൻ്റെ ഏറ്റവും വലിയ നോട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ധാർമ്മികത നശിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അധികാരത്തിന് പിന്നാലെ പരക്കം പായുന്ന ഒരു സമൂഹത്തിൽ, അത് ആത്മീയ രംഗത്തായിക്കോട്ടെ, സാമൂഹ്യ രംഗത്തായിക്കോട്ടെ, നാം ഇന്നായിരിക്കുന്ന നമ്മളുടെ കൊച്ചു പ്രാദേശിക ഇടങ്ങളിലായിക്കോട്ടെ, എവിടെയും നമുക്കത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. മനുഷ്യനൊക്കെ ഇന്ന് ഓടുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ പണത്തിന് വേണ്ടി, ആസ്തിക്ക് വേണ്ടി, അതുപോലെ അധികാരങ്ങൾക്ക് വേണ്ടി. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് പ്ലഷർ. അവൻ സുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. അവനെ സംബന്ധിച്ച് അവൻ ദൂരദേശത്തേക്ക് യാത്ര ചെയ്യുക. ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്, വിദേശ രാജ്യങ്ങളിലുള്ളവർ എത്ര സുഖത്തോടു കൂടിയായി ജീവിക്കുന്നത്. അവർക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഒരുപക്ഷെ ഇവിടത്തേക്കാൾ ജീവിത നിലവാരത്തിൽ വ്യത്യാസമുണ്ട്, ജീവിത സൗകര്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അവർ ആർഭാടകരമായ ജീവിതം, ഇതൊക്കെ പലപ്പോഴും നമ്മെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചും അവനിത് വിറ്റ് ദൂരദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ്. ആ ദൂരദേശത്ത് അവനെ ആകർഷിക്കുന്ന ചില ജീവിതത്തിലെ ചില സുഖയുക്തമായ അല്ലെങ്കിൽ സുഖത്തിൽ അടിസ്ഥാനപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ അത് മദ്യമാകാം, കൂട്ടുകാരാവാം, അല്ലെങ്കിൽ ലൈംഗികമായ താല്പര്യങ്ങളാകാം. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവനെ സ്വാധീനിക്കുന്ന പല താല്പര്യങ്ങളുണ്ടാകും. അപ്പോൾ ആ ദൂരദേശം, ഒരു നാട് അവനെ ആകർഷിക്കുന്ന ചില വസ്തുതകൾ. അപ്പോൾ ഈ ആനന്ദമാണ് അത് പണം നൽകി സ്വന്തമാക്കുവാനായിട്ട്, അത് അനുഭവിക്കുവാനായിട്ട് വ്യഗ്രത കാണിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവൻ്റെ ജീവിതത്തിലെ അവൻ്റെ അന്വേഷണം, വഴിതെറ്റിയ അന്വേഷണത്തിൻ്റെ ചില അടയാളപ്പെടുത്തലുകളാണ് ഞാൻ സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ രോഗാതുരമായ ഒരു മനുഷ്യ ജീവിതത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് ഒരു വഴിതെറ്റിയ അന്വേഷണത്തിലുണ്ടായ നാശം. അപ്പോൾ അവൻ രോഗിയായി മാറുന്നു, അല്ലെങ്കിൽ അവനെ അപ്രകാരം രോഗത്തിന് അടിമപ്പെടുവാനിടയായ സാഹചര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അപ്രകാരം രോഗിയായി തീർന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായ നഷ്ടങ്ങൾ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ അവൻ എല്ലാം വെച്ച് ദൂരദേശത്തേക്ക് യാത്രയാവുകയും പണവും വിലയ്ക്ക് വാങ്ങിയ അധികാരവും എല്ലാം കുറച്ചു കാലത്തേക്ക് അവൻ്റെ ജീവിതത്തിൽ അവന് സുഖം പകർന്നു, അവന് സന്തോഷം നൽകി. പക്ഷേ ധനത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് ഒരുവൻ ആകൃഷ്ടനായാൽ ഓർക്കുക, ആ പണം മുഴുവൻ ചിലവായി കഴിയുമ്പോൾ അവൻ്റെ ജീവിതം തകർന്നു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നാം നമ്മുടെ ജീവിതത്തിൽ പണത്തിനാണ് നാം പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഓർക്കുക, പണം നമ്മുടെ ജീവിതത്തിൽ എന്തില്ലാതെ ആയിത്തീരുമോ അന്ന് അവസാനിക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നു. മറിച്ച് ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ ലോക ജീവിതത്തിൽ നാം പണത്തിനപ്പുറം വേറെ ചിലതിനൊക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് എന്നേക്കുമായിട്ട് നിലനിൽക്കുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇവൻ്റെ ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ പണമെല്ലാം നഷ്ടപ്പെട്ടു. ഒരു വലിയ ക്ഷാമം അവൻ്റെ ജീവിതത്തിൽ അലയടിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ അതുവരെയും അവനോടൊപ്പം സൽക്കാരം ആസ്വദിച്ച അവൻ്റെ സുഹൃത്തുക്കൾ ഒന്നും അവൻ്റെ കൂടെയില്ല. എല്ലാവരും അവനെ വിട്ട് പിരിഞ്ഞില്ല. പിന്നെ എന്താണുള്ളത്? തീറ്റ പങ്കുവെക്കുവാനായിട്ട് ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു കൂട്ടം പന്നികൾക്കൊപ്പമാണ് ഈ തുടർന്നുള്ള അവൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അതുവരെയും അവന് പണം ഉണ്ടായിരുന്നപ്പോൾ, അവൻ്റെ കയ്യിൽ എല്ലാം ഉണ്ടായിരുന്നപ്പോൾ അവനെ ചുറ്റിപ്പറ്റി നടന്ന സുഹൃത്ത് ബന്ധം. എന്നാൽ ഇവിടെ അവൻ്റെ തകർച്ച കണ്ട്
ആ തകർച്ചയിൽ അവനെ വിട്ടെറിഞ്ഞു പോയ ഒരു പറ്റം ഒരു ചെറുപ്പക്കാരനെ നമുക്കവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എന്താണ് ആ ചെറുപ്പക്കാരൻ ജീവൻ നഷ്ടപ്പെട്ടത്? അവനെ സംബന്ധിച്ച് അവന് പണം നഷ്ടപ്പെട്ടു, അവന് സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടു, അവന് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു, ആത്മാഭിമാനം നഷ്ടപ്പെട്ടു, കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടു. ഏറ്റവും ഒടുവിൽ നാം മനസ്സിലാക്കുന്നത് മനുഷ്യത്വം പോലും നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു വിദേശ നാടിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ അവൻ സംഭാവന ചെയ്തിരുന്ന കാലത്തോളം അവനെ എല്ലാവർക്കും ആവശ്യമായിരുന്നു, അവൻ സ്വീകാര്യനായിരുന്നു. എന്നാൽ പണമില്ലാത്തപ്പോൾ അവൻ ഒന്നുമില്ലാത്തവനായി മാറി എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. പന്നികളുടെ ഇടയിൽ അവൻ്റെ ദരിദ്രമായ ജീവിതത്തിൻ്റെ അവസ്ഥ നമുക്കവിടെ കാണാം. പന്നി എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ സംബന്ധിച്ച് അവരേറെ വെറുത്തിരുന്ന ഒരു മൃഗമാണ് പന്നി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പോലും ലഭിക്കുന്ന പരിഗണന പോലും അവൻ്റെ ജീവിതത്തിൽ ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതം എത്രത്തോളം നരകതുല്യമായിരുന്നു എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്തിൽ ഈ പണത്തിൻ്റെയും ആസ്തിയുടെയും ഒക്കെ പിന്നാലെ നാം പോകുമ്പോൾ, അതിനൊക്കെ നാം പ്രാധാന്യം കൊടുക്കുമ്പോൾ ഓർക്കുക, ജീവിതത്തിൽ നാം ചിലതൊക്കെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് മറന്നു പോകരുത്. ചില രീതികളിൽ ഞാനും നിങ്ങളും രോഗികളായിട്ട് മാറുകയാണ്. ജീവിതത്തിൽ ആരോഗ്യമുള്ള ചില നന്മകൾ ഉള്ള നമ്മുടെ ജീവിതം, സന്തോഷങ്ങൾ നിറഞ്ഞ നന്മകൾ നിറഞ്ഞ ഒരു ജീവിതം, നാം അതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മറന്നുകൊണ്ടാണ് രോഗാതുരമായ ഒരു സമൂഹത്തെ ഞാനും നിങ്ങളും കെട്ടിപ്പടുത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, അത് വലിയൊരു നാശത്തിലേക്കാണ്, ഒരു തകർച്ചയിലേക്കാണ് കൂട്ടുകുത്തുന്നതെന്ന് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുക. അങ്ങനെയെങ്കിൽ ഈ രോഗാതുരമായ ജീവിതാനുഭവത്തിൽ നിന്ന് ഈ ചെറുപ്പക്കാരൻ ഒരു പുതിയ വഴിയിലേക്ക്, അവൻ്റെ അന്വേഷണം ഒരു പുതിയ വഴിയിലേക്ക് ഗതി തിരിയുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതാണ് മൂന്നാമതായിട്ട് എനിക്ക് ഓർമ്മിക്കുവാനായിട്ടുള്ളത്. ഒരു പുതിയ യാത്ര അല്ലെങ്കിൽ പുതിയ ഒരു ട്രെയിനിങ് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. എന്താണ്? അവൻ പന്നി തിന്നുന്ന വാള വരെ തിന്നുവാൻ ആഗ്രഹിച്ചപ്പോൾ നാം അവിടെ കാണുന്നു അവന് സുബോധം വന്നു എന്ന് ആണ് വായിക്കും. അവന് സുബോധം വന്നു. അവൻ്റെ ജീവിതത്തിൽ അതുവരെ അവനായിരുന്ന അനുഭവത്തെക്കുറിച്ച്, യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവന് യാഥാർത്ഥ്യ ബോധമുള്ളവനായിത്തീരുന്നു. അവൻ്റെ അബദ്ധങ്ങളും ഒക്കെ അവൻ തിരിച്ചറിയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോൾ എൻ്റെ അപ്പൻ്റെ അടുക്കൽ പോയി എൻ്റെ കുറവുകൾ ഏറ്റുപറയുമെന്ന് പറഞ്ഞ് അനുദപിച്ചുകൊണ്ട് അവൻ മടങ്ങി വരികയാണ്. എങ്ങോട്ടാണ് മടങ്ങി വരുന്നത്? തിരിച്ച് ആ പിതാവിൻ്റെ ഒപ്പമുള്ള സംസർഗത്തിലേക്ക്, തൻ്റെ ശുശ്രൂഷകരോടൊപ്പമുള്ള ബന്ധത്തിലേക്ക്, തൻ്റെ സഹോദരനോടൊപ്പമുള്ള ബന്ധത്തിലേക്ക്. അപ്പോൾ ഒരു ബന്ധത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുവരെ അവൻ ചിന്തിച്ചു, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് ഒരുപാട് പണം ഉണ്ടാക്കാൻ സാധിച്ചാൽ ഈ ലോകത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങൾ എനിക്ക് ആസ്വദിക്കുവാൻ ഇടയായിത്തീരും, ലോകത്തിൻ്റെ അധികാരങ്ങൾ എനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ പ്രിയമുള്ളവരെ, അവൻ എന്തിന് പ്രാധാന്യം കൊടുത്തു? അതവൻ്റെ ജീവിതം നഷ്ടപ്പെട്ടപ്പോൾ അവൻ നേടിയെന്ന് അവകാശപ്പെട്ടതെല്ലാം ഒരു നിമിഷം ഒന്നുമില്ലാത്തതായി തീർന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കാം. അതിലുമേറെ ശ്രദ്ധേയമായിട്ടുള്ളത്, എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് മടങ്ങി വന്ന അവനെ ആരാ സ്വീകരിക്കുന്നത്? അവന് സ്വന്തം പിതാവ് സ്വീകരിക്കും. സ്വന്തം പിതാവ് സ്വീകരിക്കുമ്പോൾ ആ രംഗം വളരെ അർത്ഥവത്തായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? അവൻ മടങ്ങി വന്നപ്പോൾ അവനെ സ്വീകരിക്കുന്ന ഒരു പിതാവ്, അവൻ ഒന്നും ചോദിക്കാതെ തന്നെ, അവൻ ഒന്നും അങ്ങോട്ട് അഭ്യർത്ഥിക്കാതെ തന്നെ, അപേക്ഷിക്കാതെ തന്നെ അവന് ഇരട്ടിയായിട്ട് നൽകുന്ന ഒരു പിതാവിനെ നമുക്കവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അവനൊന്നും ചോദിച്ചില്ല, അവനൊന്നും ആവശ്യപ്പെട്ടില്ല. എന്നാൽ അവൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഉപചാരവും സ്വീകരണവും സ്ഥാനവും മാനവും നൽകുന്ന ഒരു പിതാവിനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ രോഗാതുരമായ ഒരു ജീവിതാനുഭവത്തിന് ഉടമകളാണ് ഞാൻ നിന്നത്. ഈ 2020 ഒരു ഹീലിങ്ങിൻ്റെ വർഷമായിട്ട് ആചരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, രോഗം എന്ന് പറയുന്നത് ഞാൻ ഭൗതികമായ ഒരു അർത്ഥം, ഫിസിക്കലായിട്ടുള്ള ആസ്പെക്റ്റിലല്ല പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മറിച്ച് രോഗം എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കലായിട്ടും സ്പിരിച്വലായിട്ടും സൈക്കോളജിക്കലായിട്ടും ഒരു മനുഷ്യൻ്റെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകളിലൂടെയാണ് ഞാൻ ഈ രോഗത്തെ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിച്ചത്. ഇവിടെയും ഒരു ഇളയ മകൻ അവൻ്റെ ചിന്താഗതികളിൽ, അവൻ്റെ പ്രവർത്തനങ്ങളിൽ, അവൻ്റെ ആത്മീയ ജീവിത ശോഷണങ്ങളിലൊക്കെ ഈ രോഗാവസ്ഥകളുണ്ടായിരുന്നു. എന്നാൽ അതിനെ അവൻ സൗഖ്യപ്പെടുത്തുന്നത്, അതിനെ പൂർണ്ണമായിട്ടും അതിനുവേണ്ടി സൗഖ്യമായ ജീവിതത്തിൽ ലഭിക്കുന്നത് എങ്ങനെയാണ്? അവൻ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക്, പിതാവുമായിട്ട് സംസർഗത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും ക്രൈസ്തവ ജീവിതത്തിൽ ഈ പിതാവുമൊത്തുള്ള സംസർഗത്തിലാണ് നമുക്ക് സൗഖ്യം ലഭിക്കുന്നത്, നമുക്ക് പൂർണ്ണതയുള്ളത്, നമ്മുടെ ജീവിതം അത് അനുഗ്രഹമായി മാറുന്നത് എന്നുള്ള തിരിച്ചറിവാണ് പ്രിയമുള്ളവരെ
ആ തിരിച്ചറിവിലാണ് എൻ്റെ നിങ്ങളുടെ പ്രിയം, എൻ്റെ നിങ്ങളുടെയും ജീവിതം ഏറെ ധന്യമായി തീരുന്നത്. അതുകൊണ്ട് ആ കൃപയോടെ നമുക്ക് മുന്നേറാം. ഈ 2021 എല്ലാവർക്കും ഏറെ നന്മകളുടെയും അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവ്വബഹുമാനവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാവട്ടെ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ കരുണയിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചിരുന്നു, പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വശക്തി പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ചിലരെയും മനുഷ്യരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ ജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ആത്മാവോടുകൂടെയും. കഴിഞ്ഞ ആഴ്ചക്കാലം ജന്മദിനം ആഘോഷിച്ചവരെയും വിവാഹ വാർഷിക സ്തോത്രം ആചരിച്ചവരെയും ദൈവസന്നിധിയിൽ പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വനന്മകളുടെയും മറുപടമാകുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ദൈവമായ കർത്താവേ, തരുണത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ജന്മദിനം ആഘോഷിച്ചവരെയും കുടുംബജീവിത വർഷങ്ങൾ പൂർത്തീകരിച്ചവരെയും ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അവിടുന്ന് കഴിഞ്ഞ വർഷക്കാലം നിന്ന് മക്കളെ നടത്തി അനുഗ്രഹിച്ച് പരിപാലിച്ച പ്രവർത്തികൾ അങ്ങേ സ്തുതിക്കുന്നു. സംഗീതക്കാരൻ ഓർമ്മിപ്പിക്കുന്ന പോലെ എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമായ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവേ, ആ അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ ദൈവസന്നിധിയിൽ ഓർത്ത് ഒരുമിച്ച് ചേർന്ന വ്യക്തികളായും കുടുംബങ്ങളായും ദൈവത്തിന് നന്ദി കയറ്റുവാൻ തക്കണം ദൈവങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ സന്തോഷങ്ങൾക്കും നന്മകൾക്കും സൗഭാഗ്യത്തിനും കരുതലിനും സംരക്ഷണത്തിനുമായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ കൃപയിൽ ബലത്തോടെ ജീവിപ്പാനുള്ള എല്ലാം അവിടെ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്നിടത്ത് പുതിയ വർഷം നന്മകളോടെ അനുഗ്രഹത്തോടെ ജീവിപ്പാനോടൊന്ന് സഹായിക്കണം. അവരുടെ വ്യക്തി ജീവിതങ്ങളും കുടുംബജീവിതവും പ്രവർത്തന മേഖലകളും അനുഗ്രഹവും സാക്ഷ്യവും നിറഞ്ഞതായിരിക്കാനോടൊന്ന് സഹായിക്കണം. അങ്ങയുടെ കൃപയിൽ ബലപ്പെടുത്തി അനുഗ്രഹിച്ചാട്ട് യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. അന്ത്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലവേണം. വീണ്ടും ഒരു ഞായറാഴ്ചയും കൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ച വിധങ്ങൾക്കും കൃപകൾക്കുമായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2020 ഒരു വർഷം നമ്മെ വിട്ടുപോയി. 2021 പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചു. കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം നടത്തിയ നന്മകളെയും അനുഗ്രഹങ്ങളെയും വിധങ്ങളെയും ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ വിശ്വസ്തത ആവോളം ഒരു വർഷം മുഴുവൻ അനുഭവിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. ദൈവത്തിന് നമുക്ക് വ്യക്തികളായ കുടുംബങ്ങളായി ചേർന്ന് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒപ്പം പുതിയ വർഷം ദൈവമേ ഞങ്ങളെ അനുഗ്രഹത്തോടെ നടത്തണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രോഗവ്യാപനം പൂർണ്ണമായി കെട്ടടങ്ങുവാൻ തക്കമാണ്, പൂർണ്ണമായി ഈ ദേശത്ത് നിന്ന് വിട്ടുമാറുവാൻ തക്കമാണ് ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ സഭയിലെ എല്ലാ ഭവനങ്ങളെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൂരത്തും ചാരത്തും ഒക്കെ ആയിട്ട് ചിതറിപ്പാർക്കുന്ന നമ്മളുടെ എല്ലാ സഭാങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. വ്യക്തികളായ കുടുംബങ്ങളായ ദൈവം അവരോട് അനുഗ്രഹിക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രോഗവ്യാപനം മൂലമുള്ള നിബന്ധനകൾ ഏറെ നിൽക്കുന്നതിനാൽ ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം സാധിക്കുന്നില്ലെങ്കിലും ഞങ്ങൾ ലഭിക്കുന്ന അവസരങ്ങളിൽ ആലയങ്ങളിൽ കടന്നു ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒപ്പം ഇപ്രകാരമുള്ള വേദികളിലൂടെ ദൈവവുമായിട്ടുള്ള നിരന്തരമായ ബന്ധത്തെ നിലനിർത്തുവാനും ആരാധന അനുഭവക്കാരെ നിലനിർത്തുവാനും ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കോവിഡിൻ്റെതായ പ്രയാസങ്ങളിലൊക്കെ ആയിരിക്കുന്ന നമ്മുടെ സഭാംഗങ്ങളെ ഓർക്കാം, നമ്മുടെ പരിചയത്തിലുള്ളവരെ ഓർക്കാം, നമ്മുടെ ബന്ധുമിത്രാദികളുടെ ദൈവസന്നിധിയിൽ ഓർക്കാം, നമ്മുടെ അയൽപക്കങ്ങളിലൊക്കെയുള്ള ചുറ്റുപാടുകളൊക്കെയുള്ളവരെ ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവർക്കൊക്കെ സൗഖ്യവും ആശ്വാസവും ബലവും നൽകി കൊടുക്കണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റ് ശാരീരികമായ അസ്വസ്ഥതകളുള്ളവർ, രോഗങ്ങളുള്ളവർ, ബുദ്ധിമുട്ടുകളും ക്ഷീണമുള്ളവർ,
ഒക്കെ ദൈവസ്ഥ നമുക്ക് ഓർക്കാം. സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ഓർക്കാം. ജോലി നഷ്ടപ്പെട്ടവർ, അതുപോലെ സാമ്പത്തികമായ ബാധ്യതകളും പ്രാരാബ്ദങ്ങളുമായിട്ട് കഴിയുന്നവരെ ഒക്കെ നമുക്ക് ദൈവസ്ഥ ഓർക്കാം. സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നീറുന്നവരെ ദൈവസ്ഥ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് അതിന് ഉപജീവന മാർഗം ആഗ്രഹിക്കുന്ന ദൈവസ്ഥ നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കാം. നമ്മളുടെ നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്ന നമ്മുടെ യുവതി യുവാക്കൾ, പഠനങ്ങൾക്ക് ഉള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും നമുക്ക് ദൈവസ്ഥത്തിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സ്കൂളുകളൊക്കെ ആരംഭിക്കുവാനായിട്ട് ഒരുങ്ങുന്നു. ദൈവമേ, രോഗവ്യാപനത്തെക്കുറിച്ചുള്ള ആശങ്കകളോടെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും കഴിയുമ്പോൾ ദൈവമേ അവിടുന്ന് സകല പ്രശ്നങ്ങൾക്കും സകല വിഷയങ്ങളെയും ദൈവമേ അവിടുന്ന് പരിഹരിക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്നവനായ ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്ന ആ ദൈവസന്നിധിയിലാകും ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സമർപ്പിക്കുന്ന ബോധ്യത്തോടെ വിശ്വാസത്തോടെ മലയോട് നീങ്ങിപ്പോകുവാൻ കൽപ്പിച്ചാൽ അതും സാധ്യമെന്ന് ഞങ്ങളോട് അരുളി ചെയ്ത് ഞങ്ങളുടെ ദൈവമേ, കർത്താവേ, അവിടുന്ന് ഈ ആശങ്കകളെയും ആകുലതകളെയും അകറ്റി ഞങ്ങളുടെ ജീവിതം സ്വാതന്ത്ര്യവും സന്തോഷവും നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് തിരികെ ലഭിക്കാൻ തക്കോണം ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ കണ്ണ കാണിക്കണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റെല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ദൈവസ്ഥത്തിൽ നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയിൽ പ്രായമായിട്ടുള്ളവരെ ദൈവസ്ഥത്തിൽ നമുക്ക് ഓർക്കാം. ക്ഷീണത്തിലും ബുദ്ധിമുട്ടുകളുമായിട്ടും ദൈവസ്ഥത്തിൽ നമുക്ക് ഓർക്കാം. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും ദൈവസ്ഥത്തിൽ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായുടെ ദൈവസ്ഥത്തിൽ ഓർക്കാം. ഇപ്പോൾ നേതൃത്വം വഹിക്കുന്ന എല്ലാവരും നമുക്ക് ദൈവസ്ഥത്തിൽ ഓർക്കാം. ഒരു പുതിയ അധ്യക്ഷനെയുമേ അവിടെ ഞങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നൽകണമേ ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാമല്ലോ. നാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച എല്ലാ വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് പൊതുവിലുള്ള സ്തോത്രം നമുക്ക് ചേർന്ന് ഉപയോഗിക്കാം. സർവശക്തിയുടെയും പിതാവേ, യോഗ്യരായ ആരോടും സർവമനുഷ്യരോടും നന്മയ്ക്കായിട്ടും ആദരവിനായിട്ടും ഞങ്ങൾ ആത്മാവായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും ലോകത്തെ വീണ്ടെടുത്ത ഞങ്ങളുടെ സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഹൃദയങ്ങളിൽ മായപ്പെടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും സേവിക്കുന്ന ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും ശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളെ നിൽക്കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ അങ്ങയുടെ സ്തുതിയെ പ്രസ്തുപ്പിക്കേണ്ടതിന് ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവന് നിനക്കും വിശുദ്ധാത്മാവിനും സർവ്വമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നു അവർ കണ്ടറിയുവാനും അവ വിശ്വസ്തയോടെ നിവർത്തിപ്പാനും അവർക്ക് കൃപയും ശക്തിയും ലഭിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ അരുളണമേ. നാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന വഴിപാടുകളെയും ദശാംശത്തെയും മറ്റ് സ്തോത്രദാനങ്ങളെയും ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിരുജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സംപ്രീതിയും വർദ്ധിച്ചു വളരുവാൻ തക്കോണം ഈ വഴിപാടിനെയും ഇതർപ്പിക്കുന്ന ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമാപന പ്രാർത്ഥനയ്ക്ക് മുൻപായി ജ്ഞാനകീർത്തനങ്ങളിൽ 251 കീർത്തനം നമുക്ക് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 251 ആദ്യത്തെ ചരണം. സ്വ
നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് കൂടെ ഇരുന്ന ദൈവസ്ഥാനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവേ, ഈ പ്രകാരമുള്ള സംവിധാനങ്ങളിലൂടെ കർത്താവേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവമായ കർത്താവ് വിവിധ ഇടങ്ങളിലിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. മനസ്സുകളെ ദൈവമേ അവിടുന്ന് കോർത്തിണക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വേദനകൾ നിറഞ്ഞ, ഭാരങ്ങൾ നിറഞ്ഞ കർത്താവേ, മനസ്സുകളിൽ നിന്നുള്ള പ്രാർത്ഥനകളെ എൻ്റെ ദൈവമേ അവിടുന്ന് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ആരാധനയിൽ അങ്ങ് പ്രസാദിപ്പാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സഭയിലെ എല്ലാ വ്യക്തികളെയും ഞങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളെ കാണുകയും ചെയ്യുന്ന എല്ലാവരും ഞങ്ങൾ ദൈവസന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ, ഞങ്ങളുടെ മഹാ ഇടവകയിലെ എല്ലാ ജനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ഈ സംസ്ഥാനത്തുള്ള എല്ലാ ജനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തും അതുപോലെ കർത്താവെ ലോകരാജ്യങ്ങൾ ഒന്നാകെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ മനുഷ്യരെയും ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കുകയും അവിടുന്ന് ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം കർത്താവെ ഞങ്ങൾ ആകുലതകളോടെയല്ല, ഞങ്ങൾ കർത്താവ് ഏറെ പ്രതീക്ഷകളോടെ തന്നെ ഞങ്ങൾ സമീപിക്കുന്നു. ദൈവമായ കർത്താവ് ഈ 2021 അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി അവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വർഷം മുഴുവൻ ദൈവമേ അവിടുന്ന് കൂടെ ഇരുന്ന് അവിടുന്ന് അനുഗ്രഹിക്കുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയായി ഞങ്ങളെ നടത്തുവാൻ അവിടുന്ന് സഹായിക്കണം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കപ്പെടണമേ, രാജ്യം വരണമേ, ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നമുക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. നമ്മുടെ കടക്കാട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിലേക്ക് കർത്താവ് ദോഷം രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ദൈവത്തിൻ്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞാൻ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. ഇന്നത്തെ ആരാധനയിൽ പങ്കുചേരുന്ന നിങ്ങളെല്ലാവരോടുമുള്ള ഹൃദയംഗമായ നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ഞാൻ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ഈ 2021 എല്ലാ നന്മകളും ഭാവുകങ്ങളും ഞങ്ങൾ 2 അച്ഛന്മാരുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും പേരിൽ നിങ്ങൾക്ക് നേരുന്നു. പുതിയ വർഷം ദൈവം എല്ലാവരെയും അനുഗ്രഹത്തോടെ നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞാൻ പ്രാർത്ഥനയിൽ ഓർമ്മിപ്പിച്ചതുപോലെ ആശങ്കകളോടെയും ഭീതിയോടെയുമല്ല ഈ വർഷത്തെ നാം സമീപിക്കുന്നത്. ഏറെ പ്രതീക്ഷകളോടും ദൈവകൃപയോടും കൂടിയാണ്. അതുകൊണ്ട് ആ കർത്താവിൻ്റെ വലിയ ചിറകിൻ്റെ മറവിൽ നമുക്ക് സുരക്ഷിതരായിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ജനുവരി മാസം 31-ാം തീയതിയാണ് നമ്മളുടെ ആദ്യഫലം നാം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ആദ്യഫല ലേല ശുശ്രൂഷകളെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ക്ഷണിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ജനുവരി മാസം 17-ാം തീയതിയാണ് നമ്മളുടെ 2020-23 വർഷത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നത്. ഇന്ന് മുതൽ ഉള്ള ഞായറാഴ്ചകളിൽ നമ്മളുടെ ആരാധനയിൽ അതിനുള്ള അറിയിപ്പുകൾ നൽകുന്നതാണ്. കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമായിട്ടുള്ളവർ ഇടവപ്പെട്ടക്കാരെ സമീപിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ കാര്യങ്ങളൊക്കെയും ഓർക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമ്മളുടെ ഈ വർഷത്തെ 2021 വർഷത്തേക്കുള്ള കലണ്ടറും അതുപോലെ വേദവായന കാർഡും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കൈകളിൽ അത് എത്തുന്നതാണ്. ലഭിച്ചില്ല എങ്കിൽ അറിയിക്കുക. തീർച്ചയായിട്ടും അത് ലഭ്യമാക്കുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. സഭയുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ഉദാരമായ സഹകരണം പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥന ക്ഷണിക്കുന്നു. തുടർന്നും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹത്തോടെ വഴി നടത്തുമാറാവട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.